ഹലോ എവ്രി വൺ, റോഹക് ട്രക്ക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരിയ ടൈഗർ റിസർവിലെ നേച്ചർ വാക്ക് എന്ന ട്രക്കിംഗ് പ്രോഗ്രാമിൻ്റെതാണ് ഇന്നത്തെ വീഡിയോ. ഈ ചങ്ങാടം കടന്നു വേണം നമുക്ക് ട്രക്ക് ആരംഭിക്കാൻ. റിസർവോയറിന്റെ സൈഡിലൂടെ നടന്നാണ് നമ്മൾ പോകുന്നത്. സമയം 2:30 നല്ല മഴക്കാറുണ്ട്. ആകെ മൂടിക്കെട്ടിയിരിക്കുന്നു. രാവിലെ നല്ല മഴയായ കാരണം ട്രക്കിംഗ് ഈ സമയത്തേക്ക് ഞങ്ങൾ മാറ്റുകയായിരുന്നു. സാധാരണ ട്രക്കിങ്ങിന് പോകുമ്പോൾ എന്തായിരിക്കും സൈറ്റിംഗ് എന്ന് ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട്. ഈ ട്രക്കിങ്ങിന് അതില്ല. എന്താണ് കാരണമെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. വെള്ളം കുറഞ്ഞത് കാരണം ഇതിലൂടെ നടക്കാൻ എളുപ്പമാണ്. മഴക്കാലത്ത് കുറച്ചു ദൂരം മാത്രമേ നമുക്ക് ഈ സൈഡിലൂടെ നടക്കാൻ പറ്റൂ. ഇങ്ങനെ ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ്. സാമ്പാഡിയറിനെയും ആനയും ഒക്കെ കാണാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രക്കാണിത്. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ബെസ്റ്റ് ആണ്. ഫോറസ്റ്റ് ആംബിയൻസ് ആസ്വദിച്ച് നടക്കാം. നീൽഗിരി ലംഗൂർ വളരെ ഷൈ ആയിട്ടുള്ള ഒരു ആനിമൽ. മലയാളത്തിൽ കരിങ്കുരങ്ങ്. മുൻകാലങ്ങളിൽ ഇവയെ പിടിച്ച് പല മരുന്നുകളും ഉണ്ടാക്കിയിരുന്നു. കരിങ്കുരങ്ങ് രസായനം, അങ്ങനെ പലതും. ഇവയ്ക്ക് അങ്ങനെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. എന്തായാലും കൺസർവേഷൻ കാരണം ഇവയുടെ പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്. രണ്ട് ദിവസം മുമ്പ് ടൈഗർ ഒരു കാട്ടിയെ ഹണ്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തിന്നു തീരുന്നത് വരെ ആ ഭാഗത്ത് സൈറ്റിംഗ്സ് കുറവായിരിക്കുമെന്നാണ് ഫോറസ്റ്റ് ഗാർഡ്സ് പറഞ്ഞത്. ടൈഗർ അതിന്റെ കില്ലിന്റെ അടുത്ത് നിന്ന് അധികമൊന്നും ദൂരേക്ക് പോകാറില്ല. അതുകൊണ്ടാണ് മഴ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ട്രക്കിങ്ങിന് വന്നത്. അധികം സമയം കളയാതെ വേഗത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. മഴ വരുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞ ടൈഗർ കില്ലിന്റെ അടുത്തെത്തണം. കാടിനുള്ളിലൂടെ പോകാതെ ഈ വഴി ചൂസ് ചെയ്തത് തന്നെ വിസിബിലിറ്റി കൂടുതലായതുകൊണ്ടാണ്. ദൂരെ നിന്ന് എന്തെങ്കിലും ആനിമൽസിനെ കാണാനും പറ്റും. പിന്നെ ഇതാണ് മഴയുള്ളപ്പോൾ നടക്കാൻ എളുപ്പം. വൈൽഡ് ബോർ ആണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അടുത്ത് നിന്ന് വീഡിയോ കിട്ടും. സൈഡിൽ ഈ കാണുന്നതെല്ലാം പേരമരമാണ്. ഇപ്പോൾ പേരയ്ക്ക ഒന്നുമില്ല. പേരയ്ക്ക ഉള്ളപ്പോൾ ഒരുപാട് ബേർഡ്സും മലയണ്ണാനും ആനയും വരെ വന്ന് തിന്നാറുണ്ട്. നേരത്തെ കണ്ട ഇന്ത്യൻ ബോർ ആണ്. ഇതിന് വൈൽഡ് ബോർ എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇത് വൈൽഡ് ബോറിന്റെ സബ്സ്പീഷ്യസ് ആണ്. മൂപ്പിൻ പിഗ് എന്നും ആൻഡമാനീസ് പിഗ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. നമ്മൾ കാട്ടുപന്നി എന്നും. IUCN ലിസ്റ്റ് പ്രകാരം ലീസ്റ്റ് കൺസേൺ സ്റ്റാറ്റസ് ആണ് ഇവയ്ക്കുള്ളത്. പല രാജ്യങ്ങളിലും ഇതിനെ ഇൻവേസീവ് സ്പീസീസ് ആയാണ് കാണുന്നത്.
നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഈ ട്രെക്കിംഗ് പാത്തിനോട് ചേർന്നായിരുന്നു ടൈഗർ പിടിച്ച കാട്ടി കിടക്കുന്നുണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയിൽ ടൈഗർ അതിനെ വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഫോറസ്റ്റുകാർ അവിടെ ഒരു ക്യാമറ ട്രാപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. മുൻപ് കടുവ പിടിച്ച കാട്ടിയുടേതാണിത്. മുകളിലുള്ളത് ഫീമെയിലും താഴെയുള്ളത് മെയിലും. സൈഡിലുള്ളത് സാമ്പാട്ടിയറിന്റെ കൊമ്പാണ്. ഇവിടെ നിന്നാണ് വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയത്. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ടൈഗർ കില്ലിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. സ്പോട്ടഡ് ഡിയറിനെ കാണാൻ പറ്റി. അത് അവരും ചില സമയത്ത് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ കിട്ടിയുള്ളൂ. അത്രത്തോളം. അതെ സ്പോട്ട് ഡിയറിനെ രണ്ടെണ്ണത്തിനെ കാണാൻ പറ്റി. അത് മെയിലും ഫീമെയിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. ഏകദേശം ഒരു 500 മീറ്റർ ഗ്യാപ്പ് വെച്ചാണ് നമുക്കത് കാണാൻ പറ്റിയത്. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെയാണ്. അതെ നല്ല മഴയാ, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വേഗം തന്നെ തിരിച്ചു നടക്കാൻ തുടങ്ങി. തിരിച്ച് കാടിനുള്ളിലൂടെയായിരുന്നു പോകേണ്ടത്. പക്ഷെ മഴ കാരണം ഞങ്ങൾ വന്ന വഴി തന്നെ നടക്കാൻ തീരുമാനിച്ചു. നമ്മൾ നേച്ചർ വാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ നേച്ചർ വാക്ക് അവസാനിക്കുന്നത്. നിങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് വിസിറ്റ് ചെയ്യുമ്പോൾ ബെസ്റ്റ് സ്റ്റേ ഓപ്ഷൻ ബാംബൂ ഗ്രൂവ് ആണ്. കാടിനോട് ചേർന്ന് കാടിൻ്റെ ആംബിയൻസ് ഉള്ള ഒരു സ്റ്റേ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ബുക്ക് ചെയ്തു വരാം. എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് തേക്കടി ബോട്ടിംഗ് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.